പ്രിയമുള്ളവരെ, CPM പോയി UDF അധികാരത്തിൽ വന്നു. UDF അധികാരത്തിൽ വരുമ്പോൾ KPCC പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫിന് പകരം ഒരു പുതിയ മുഴുവൻ സമയ KPCC പ്രസിഡന്റ് അനിവാര്യമായിരിക്കുകയാണ്. അതിനുള്ള ചർച്ചകൾ നടക്കുന്നു. നിയുക്ത KPCC പ്രസിഡന്റായി വരാൻ വേണ്ടി പലരും ഉടുപ്പ് തയ്ച്ചുകൊണ്ടിരിക്കുന്നു. കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുന്ന നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഇപ്പോഴത്തെ കായിക മന്ത്രി ജനീഷ്, അദ്ദേഹത്തിന് ആ 2 സ്ഥാനം കൂടി, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനവും കൂടി കൊണ്ടു നടക്കാൻ പറ്റുന്നില്ല എന്നൊരു വാർത്ത അദ്ദേഹം പാർട്ടി നേതൃത്വത്തെ അറിയിച്ചായിട്ടാണ് അറിയുന്നത്. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷന്മാരാകാൻ വേണ്ടി കുറേ ആൾക്കാർ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നുള്ള കാര്യവും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കി സാധിക്കുന്നുണ്ട്. കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കളോടും, ഒട്ടുമിക്ക മന്ത്രിമാരുടെ ഓഫീസുകളിലും പല കാര്യങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ പല കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയും ഒപ്പം ഫേസ്ബുക്കിലൂടെ കോൺഗ്രസ് പ്രസ്ഥാനത്തിനും സംസ്ഥാന മന്ത്രിസഭയ്ക്കും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പിന്തുണ അറിയിച്ചുകൊണ്ടും കോൺഗ്രസിൻ്റെ സൈബർ നേതാവായിട്ട് തന്നെ സൈബർ ഇടങ്ങളിൽ കോൺഗ്രസിനെ രക്ഷിക്കാൻ വേണ്ടി സൈബർ ഇടങ്ങളിൽ നേരിട്ടിറങ്ങി ചുട്ട മറുപടി കൊടുത്ത് CPMനെയും BJPയെയും ഒക്കെ അടിച്ചിരുത്തുന്ന നടപടികളുമായി ശ്രീ രാഹുൽ മാങ്കൂട്ടം മുമ്പോട്ട് പോകുന്ന കാര്യവും എല്ലാവർക്കും അറിയാം. രാഹുൽ മാങ്കൂട്ടത്തെ ഫോളോ ചെയ്യുന്നവരുടെ കൂട്ടത്തിലുള്ളവരുടെ എണ്ണം ഒന്നും ഓരോ ദിവസം കഴിയുന്നവർ കുറയുകയല്ല, കൂടുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാഹുൽ എന്ന വ്യക്തിയോടുള്ള അവർക്കുള്ള സ്നേഹം എന്ന് പറയുന്നത് രാഹുൽ അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുത്തതുകൊണ്ടോ, രാഹുൽ എന്ന് പറയുന്ന വ്യക്തി അവരുടെ കുടുംബാംഗമായതുകൊണ്ടോ നാളെ എന്തെങ്കിലും ചെയ്തു കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലല്ല രാഹുലിനെ മിക്കവാറും ആൾക്കാരൊക്കെ തന്നെ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ് നമുക്കറിയാൻ പറ്റുന്നത്. യൂത്ത് കോൺഗ്രസിലെ ഒരു വിഭാഗം ആൾക്കാർക്ക് രാഹുൽ മാങ്കൂട്ടത്തോട് യാതൊരു അതൃപ്തിയും ഇപ്പോഴും ഇല്ല എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്ത. സജീവ സാന്നിധ്യമായി ഭരണസിരാ കേന്ദ്രത്തിലും സെക്രട്ടേറിയറ്റിലും MLA ഹോസ്റ്റൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും പാർട്ടി വേദികളിലും രാഹുൽ മാങ്കൂട്ടം പാർട്ടിക്കാരനല്ലാതെ ഇന്നും ഉണ്ട് എന്നുള്ളതാണ് രാഹുലിനെ നമുക്ക് ഈ നിലയിൽ ഇപ്പോഴും കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ് എക്കാലത്തെയും രാഹുലിൻ്റെ വിജയമായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. സൈബർ ഇടങ്ങളിൽ ചുട്ട മറുപടി എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഉരുളയ്ക്കുപ്പേരി പോലുള്ള മറുപടി കൊടുത്ത് സൈബർ സഖാക്കളെ അടിച്ചിരുത്തുന്ന രാഹുൽ മാങ്കൂട്ടത്തെ ഒരു വിഭാഗം ആൾക്കാർ ഇപ്പോഴും, നല്ലൊരു വിഭാഗം ആൾക്കാർ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. രാഹുലിനോട് ഒരിക്കൽ രഹസ്യമായി അറിഞ്ഞ കാര്യമാണ്, രാഹുലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ആരംഭിക്കുന്ന സമയത്ത് സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, അന്നത്തെ പ്രതിപക്ഷ നേതാവ്, നിനക്കൊരു ഒരു പരാതി എൻ്റെ അടുത്ത് വരരുത് എന്ന് ശാഠ്യം പിടിച്ചിരുന്നു എന്നൊരു വാർത്ത പല കോൺഗ്രസ് നേതാക്കന്മാരും രാഹുലിൻ്റെ വിഷയമുണ്ടാകുന്ന സമയത്ത് പറഞ്ഞിരുന്നു. മറ്റാരേക്കാളും കൂടുതൽ രാഹുലിനെ ഇഷ്ടപ്പെടുകയും രാഹുലിനോടൊപ്പം നിൽക്കുകയും ചെയ്ത ഒരാളാണ് ശ്രീ VD സതീശൻ. VD സതീശനെ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനും പാർട്ടിയെ അധികാരത്തിൽ എത്തിക്കുക എന്നുള്ളതും VD സതീശന് ദൗത്യമായതുകൊണ്ടും രാഹുലിൻ്റെ വീഴ്ച, അല്ലെ രാഹുലിനെ എടുത്തു കളയുന്ന നടപടി പെട്ടെന്നായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. രാഹുലിൻ്റെ തിരിച്ചുവരവ് എപ്പോൾ എന്ന രീതിയിലാണ് പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. രാഹുലിന് കോൺഗ്രസ് പാർട്ടിയിലേക്ക് തിരിച്ചുവരവ് ഉണ്ടാവുമെന്ന് ചോദിക്കുമ്പോൾ അതിന് ചിലപ്പോൾ 4-5 മാസം കൂടി രാഹുൽ കാത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ആ സമയത്തിനുള്ളിൽ രാഹുലിന് എതിരെയുള്ള കേസുകളിൽ രാഹുലിന് അനുകൂലമായ തീരുമാനങ്ങൾ കോടതികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കിയെടുക്കാൻ രാഹുലിന് കഴിഞ്ഞാൽ രാഹുൽ പൂർണ്ണമായും ഒരു കോൺഗ്രസ്സുകാരനായി തന്നെ തിരിച്ചു വരും. അത് ജനീഷ് ഇപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതും ഡിസംബറിൽ കാലാവധി അവസാനിക്കുന്നതുമായ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനമാണ് എന്നുള്ളതും പുറത്തു വരുന്ന ഒരു വാർത്തയാണ്. പല തലങ്ങളിൽ നിന്ന് ക്രോഡീകരിച്ച് കിട്ടുന്ന സംഭവങ്ങളും സന്ദർഭങ്ങളും വെച്ച് നോക്കുമ്പോൾ ജനീഷിന് പകരം ഒരാളെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആക്കാൻ കഴിയാത്തതുകൊണ്ടൊന്നുമല്ല. അബിൻ വർക്കി MLA ആണ്, അല്ല ഒരാളിനെ കണ്ടെത്താൻ സാധിക്കാത്തത് യൂത്ത് കോൺഗ്രസിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. KPCC പ്രസിഡന്റിനെ കണ്ടെത്തുന്ന ഇത്ര പാട് ഇതിനില്ല എന്നും KC വേണുഗോപാലിൻ്റെ അനുഗ്രഹാശംസകളോടെ ആർക്ക് വേണമെങ്കിലും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാകാമെന്നിരിക്കെ ആ തൽക്കാലം ജനീഷിനോട് ഒഴിയണ്ട എന്ന് കോൺഗ്രസ് നേതൃത്വം, അഖിലേന്ത്യാ നേതൃത്വം പറഞ്ഞാലുള്ള കാരണം തന്നെ രാഹുലിൻ്റെ തിരിച്ചുവരവിനാണെന്നാണ്, ആ മാറ്റിവെക്കപ്പെട്ടിരിക്കുന്നത് രാഹുലിന് വേണ്ടിയാണെന്നാണ് പുറത്തു വരുന്ന വാർത്ത. അതോ ഇനിയും യൂത്ത് കോൺഗ്രസിന് അടുത്ത ഒരു അധ്യക്ഷയാണോ ഉണ്ടാകാൻ പോകുന്ന ഒരു സംശയം കൂടി നിലനിൽക്കുന്നുണ്ട്. DYFIക്ക് ഒരു സംസ്ഥാന അധ്യക്ഷ ഉണ്ടായിട്ടുണ്ട്. ഡോക്ടർ ആണ്, ചിന്താ ജെറൂം, ചിന്തിക്കുന്ന വ്യക്തിയാണ്. വാഴക്കൊലയുടെ കാര്യമൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ അതേപോലെ ഉള്ള ഒരാളിനെ അല്ല ഇവിടെ വേണ്ടത്. ഇവിടെ
കൃത്യമായ രീതിയിൽ രാഷ്ട്രീയം പഠിച്ച് രാഷ്ട്രീയ രംഗത്ത് നിന്നുകൊണ്ട് ഭരിക്കുന്ന കക്ഷിയുടെ യുവജന വിഭാഗം എന്ന നിലയിൽ കൃത്യതയോടുകൂടി പ്രവർത്തിക്കാൻ പറ്റുന്ന ഊർജ്ജസ്വലരായ ചെറുപ്പക്കാരെയാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ട് വേണ്ടതെന്നുള്ളത് കോൺഗ്രസിന്റെ നേതൃത്വം എന്നേ കണക്കുകൂട്ടി വെച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ യുവജന വിഭാഗ കമ്മീഷന്റെ ചെയർമാനാക്കാൻ പോകുന്നു പറയുന്നു. രാഹുൽ മാങ്കൂട്ടത്തെ ബോർഡുകളുടെ ചെയർമാനാക്കാൻ പോകുന്നൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. രാഹുൽ ഞാൻ രാഹുലിന്റെ വിഷയം വന്നതിന് ശേഷം 5ാമത് ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, രാഹുൽ പറഞ്ഞ ഒരു കാര്യം ഓർക്കണം. രാഹുൽ ഈ പ്രശ്നമെല്ലാം ഉണ്ടായി 7-8 ദിവസം വീട്ടിൽ അടങ്ങിയിരുന്നതിന് ശേഷം പുറത്തേക്ക് വരുന്ന സമയത്ത് രാഹുൽ മാധ്യമങ്ങളിൽ പറഞ്ഞൊരു കാര്യം, 3ാമത്തെ ദിവസം പറഞ്ഞ കാര്യമുണ്ട്. ഇന്ത്യൻ ഭരണഘടനയ്ക്കോ ഇന്ത്യയുടെ നിയമത്തിനെതിരായോ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് രാഹുൽ പറഞ്ഞു. അപ്പോൾ പിന്നെ രാഹുലിനെ പ്രതിസ്ഥാനത്ത് കാണേണ്ടതുണ്ടോ? ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ആ 18 വയസ്സ് കഴിഞ്ഞ സ്ത്രീയും 21 വയസ്സ് കഴിഞ്ഞ പുരുഷനും തങ്ങൾ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുന്ന കുറ്റമല്ല. വിവാഹിതയായ ഒരു സ്ത്രീയെ വിവാഹ വാഗ്ദാനം ചെയ്ത് വിവാഹം കഴിച്ചോളാം എന്ന് പറഞ്ഞ് പീഡിപ്പിക്കാൻ പറ്റില്ല. വിവാഹിതയായ ഒരു സ്ത്രീയെടുത്ത് അവിവാഹിതനായ യുവാവ് പ്രണയം നടിച്ചില്ലെന്നുണ്ടെങ്കിൽ അതിനൊറ്റ ഉദ്ദേശമുള്ളതെന്ന് ആ സ്ത്രീക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അതല്ലെങ്കിൽ വിവാഹബന്ധം വേർപെടുത്തിയതിനു ശേഷം അവർ പുറത്തേക്ക് വരാൻ. ഈ കേസിൽ, രാഹുലിന്റെ കേസിലെ ചിലരൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമായി വരുന്നുണ്ട്. നിങ്ങളൊക്കെ അത് കാണുന്നുണ്ട്. ഞാൻ അവരുടെ ഐഡിയകളുടെ അടിയിലൊക്കെ പോയി കാണാറുണ്ട്. പലരും പുറത്തേക്ക് വരുന്നു എന്നുള്ളതും സംസാരമായിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു നല്ല അന്തരീക്ഷത്തിലേക്ക് രാഹുൽ പോകുന്നു. രാഹുലിൻ്റെ കേസുകൾ പോകാൻ പോകുന്നു. രാഹുലിൻ്റെ 1ാമത്തെ കേസിൽ രാഹുൽ അടുത്ത് തന്നെ അത് ചാർജ് കോഷ് ചെയ്യാനുള്ള നടപടിയിലേക്ക് മുമ്പോട്ട് പോകും. ചാർജ് ഫയൽ ചെയ്യുന്ന സമയം തൊട്ട് അത് ചെയ്യും എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ഇപ്പോൾ FIR കോഷ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവർ ചാർജ് ഷീറ്റ് കൊടുത്താൽ, ചാർജ് ഷീറ്റ് കൊടുത്ത് ചാർജ് ഫ്രെയിം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോടതി അംഗീകരിച്ചു കഴിഞ്ഞാൽ ചാർജ് കോഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ചാർജ് കോഷ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്നാണ് അറിയുന്നത്. 3ാമത്തെ കേസിൽ നിലവിൽ ഒരു ക്രിമിനൽ MC ഹൈക്കോടതിയിലുണ്ട്. അതിനോടനുബന്ധിച്ച് ആ കേസിൽ തന്നെ രാഹുൽ ഈ കേസ് കോഷ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് അവിടുന്ന് കിട്ടുന്ന നമ്മുടെ ലീഗൽ ഓഡീസർ തരുന്ന വിവരം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ 2-3 മാസം കൊണ്ട് തീർത്തിട്ട് 2ാമത്തെ കേസിന് ഒരു കേസില്ല എന്നുള്ളത് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനും എല്ലാവർക്കും അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്തായാലും രാഹുലിൻ്റെ കേസിൽ രാഹുൽ പറഞ്ഞ പോലെ ഇന്ത്യൻ ഭരണഘടനയ്ക്കോ ഇന്ത്യയിലെ നിയമത്തിനെതിരായിട്ടോ ഞാനൊന്നും പ്രവർത്തിച്ചിട്ടില്ല, ഉള്ളിൽ നിന്നുള്ള കാര്യങ്ങളെ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ആ നിയമത്തിൻ്റെ പരിരക്ഷ രാഹുലിന് ലഭിക്കുമെന്നുള്ളത് രാഹുലിൻ്റെ 1ഉം 3ഉം ജാമ്യ വിധികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഒരു സന്തോഷകരമായ വാർത്ത രാഹുലിനെ സ്നേഹിക്കുന്നവർക്ക് കിട്ടും എന്നുള്ള കാര്യത്തിലാണ് അറിയുന്നത്. ഡിസംബറോടുകൂടി ജനീഷിന് ശേഷം രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. കൂട്ടത്തിൽ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് തന്നെ അദ്ദേഹം ഒരുപക്ഷെ ലോക്സഭയിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അതല്ല എങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വത്തിലേക്ക് രാഹുൽ പോവുകയും രാജ്യസഭ MP ആയി മാറാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഈ 2 സാധ്യതകൾ മുൻനിർത്തിക്കൊണ്ടാണ് രാഹുൽ ഇപ്പോഴും പാർട്ടിയോടൊപ്പം നിൽക്കുന്നത്. അത്തരമൊരു ഉറപ്പ് പാർട്ടിയുടെ ചില നേതാക്കന്മാരിൽ നിന്ന് രാഹുലിന് കിട്ടിയിട്ടുണ്ടെന്നുള്ളതുമാണ് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങളിൽ ലഭിക്കാൻ വിവരം. നന്ദി, നമസ്കാരം.